ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. അൻ അബ്ദുറഹ്മാൻ ബിൻ അബി സഈദ് അൽ ഖുദ്രി അൻ അബീഹി അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യൻദുറു الرجل إلى عورة الرجل ولا المرأة إلى عورة المرأة ولا يفضي الرجل إلى الرجل في ثوب واحد ولا تفضي المرأة إلى المرأة في الثوب الواحد. സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, അയാൾ മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്ക് നോക്കരുത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കരുത്. ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ കൂടെ ഒറ്റ വസ്ത്രത്തിലായിട്ട് ഉറങ്ങരുത്. അതായത് ഒരു വിരിപ്പിലോ ഒക്കെ ആയിട്ട് ഉറങ്ങരുത്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കൂടെ ഒറ്റ വസ്ത്രത്തിലായിട്ട് ഉറങ്ങരുത്. ഇതാണ് ഈ വചനത്തിൻ്റെ താല്പര്യം. മഹാനായിട്ടുള്ള ഇമാം മുസ്ലിം റഹ്മഹുള്ളയുടെ ഈ ഹദീസ്, ഇത് കൊടുത്തിട്ടുള്ള അധ്യായം എന്ന് പറയുന്നത് ബാബു തഹരീമിൻ നളരി ഇലൽ ഔറാത്ത്, നഗ്നതകളിലേക്ക് നോക്കൽ ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു സഹോദരി ഇവിടെ ചോദിക്കുകയാണ്, എൻ്റെ മക്കൾ ഷോർട്ട് ഡ്രസ്സ് ധരിക്കാനാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്, എത്ര പറഞ്ഞിട്ടും അവർ അനുസരിക്കുന്നില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ അവരുടെ ഉപ്പയും അവരുടെ ഇഷ്ടം എന്താണോ അത്തരം ഡ്രസ്സുകൾ അവർ ധരിച്ചു കൊള്ളട്ടെ എന്ന സമീപനമാണ് സ്വീകരിച്ചത് അവരുടെ ഉപ്പ. തലയിൽ തട്ടമിടാൻ പറഞ്ഞാൽ ഒരു കുട്ടി തട്ടമിടുന്നില്ല. കുട്ടികളെ മതപരമായി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, കുട്ടികളോടുള്ള ഉത്തരവാദിത്തം നന്നായിട്ട് അറിയുന്ന ഒരു മാതാവാണ് ഞാൻ. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് കോഡ് ധരിക്കുന്നത് കൊണ്ട് ഫംഗ്ഷനുകൾക്കും മറ്റും കൂടെ കൊണ്ടുപോകാൻ വല്ലാത്ത മനപ്രയാസമാണ്. നമ്മൾ കഴിവിൻ്റെ പരമാവധി ദീനിയായിട്ട് ജീവിക്കുന്നത് നമ്മുടെ മക്കൾ ഈ രൂപത്തിലാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ ഉപ്പ അവരുടെ ഇത്തരം പ്രവർത്തികൾക്ക് സപ്പോർട്ടാവുകയും ചെയ്യുമ്പോൾ നമുക്ക് വോയിസ് നഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു പരാമർശം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പല പെൺകുട്ടികളുടെയും ഡ്രസ്സെന്ന് പറയുന്നത് വളരെ അരോചകമായിട്ടുള്ള ഡ്രസ്സാണ്. തലയിൽ തട്ടം ശരിയാവണ്ണം ഇടൂല. അവർ ധരിക്കുന്ന ഡ്രസ്സെന്ന് പറയുന്നത് ചിലപ്പോൾ ജീൻസും ടീഷർട്ടുമായിരിക്കാം. എത്ര മോശം ഡ്രസ്സാണ്! ഒരു പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രൈണത മുറ്റി നിൽക്കുന്ന ഒരു പെൺകുട്ടി ഒരു 10-12 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ പിന്നെ പുരുഷന്മാരുടെയൊക്കെ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സ് ധരിച്ച് അങ്ങനെ ഫംഗ്ഷനുകൾക്കും കലാലയങ്ങളിലേക്കും ജനമധ്യത്തിലേക്കുമൊക്കെ പോകുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമാണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ കുട്ടികൾ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് പരലോക വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്. പരലോകത്ത് ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അല്ലാഹു തആല ഇവിടെ മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അതിന് അർഹമായിട്ടുള്ള ശിക്ഷയുണ്ടാകും എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ പെൺകുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മഹാനായ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ് ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല എന്ന്, അത് ഹറാമാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കുന്നത് ഹറാമാണ്. ഒരു പുരുഷൻ തൻ്റെ കൂടെ ഒറ്റ വസ്ത്രത്തിലായിക്കൊണ്ട് മറ്റൊരു പുരുഷൻ്റെ കൂടെ ഒന്നിച്ച് ഉറങ്ങരുത്. ഒരു സ്ത്രീ ഒറ്റ വസ്ത്രത്തിലായിക്കൊണ്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഒരുമിച്ച് ഒന്നിച്ച് ഒറ്റ വസ്ത്രത്തിൽ ഉറങ്ങരുത്. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്തിനാ? അതായത് മനുഷ്യന് ഒരു യുവതി, ഒരു പുരുഷനാണെങ്കിൽ പോലും, അപ്പോൾ ഒരു സ്ത്രീ പ്രത്യേകിച്ചും അവളുടെ ഔറത്ത് മറ്റുള്ള ആളുകൾ, അന്യരായിട്ടുള്ള ആളുകൾ കണ്ട് ആസ്വദിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും തന്നെ സൃഷ്ടിക്കാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യം. ഒരു പുരുഷനോട് തന്നെ പറഞ്ഞ കാര്യം ഹദീസിൽ കാണാം, യഹ്ഫൽ ഔറതക ഇല്ലാ മിൻ സൗജതിക്, നിൻ്റെ പത്നിയിൽ നിന്ന് ഒഴികെ നീ നിൻ്റെ ഔറത്ത് സംരക്ഷിക്കണമെന്ന, കാത്തു സൂക്ഷിക്കണമെന്ന, മറ്റാർക്കും അതൊരു പ്രദർശന വസ്തുവായിട്ട്
പിന്നെ മറ്റുള്ള ആളുകൾക്ക് അത് കാണുന്ന രൂപത്തിൽ ഒരിക്കലും തന്നെ നമ്മൾ നിലകൊള്ളാൻ പാടില്ല എന്ന പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം. സൂറ അന്നൂർ 24 അധ്യായം 31 സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, കുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളോട് നീ പറയുക, എന്ത്, യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ എന്ന ഓരോ കാര്യം എടുത്തെടുത്ത് പറഞ്ഞു. വലാ യുബ്ദീന സീനത്തഹുന്ന, അവരുടെ അലങ്കാരങ്ങൾ അവർ വെളിവാക്കാനായിട്ട് പാടുള്ളതല്ല, ഇല്ലാമാ ലഹറ മിൻഹാ, പ്രകടമായതൊഴികെ, അഥവാ മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഒരു വനിത അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറക്കൽ നിർബന്ധമാണ്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ അത് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾ നിർബന്ധമായിട്ടും അന്യപുരുഷന്മാരുടെ മുമ്പിൽ, അന്യപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. വിവാഹം കഴിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർ ബന്ധുക്കളിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, അവരൊക്കെ അവരുടെ മുമ്പിൽ പോലും മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായി മറച്ചിരിക്കണമെന്ന വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വൽ യദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ ശിരോവസ്ത്രം ഉണ്ടല്ലോ, തലമക്കന, ആ മക്കനയുടെ ഭാഗങ്ങൾ അവരുടെ കുപ്പായ മാറുകളിലൂടെ താഴ്ത്തിയിടട്ടെ എന്നാ. അപ്പോൾ അവർ ധരിച്ചിട്ടുള്ള പിന്നെ കുപ്പായം, അല്ലെങ്കിൽ പർദ്ദ, അല്ലെങ്കിൽ മാക്സി, അല്ലെങ്കിൽ പിന്നെ ചുരിദാറിൻ്റെ ടോപ്പ്, ആ ടോപ്പ് അവരുടെ മാറിലൂടെ പിന്നെ എന്തു ചെയ്യണം, ഈ ശിരോവസ്ത്രത്തിൻ്റെ അതിൽ നിന്ന് താഴ്ത്തിയിടണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ മഫ്തയൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ആ മഫ്തയുടെ ഭാഗം അത് ഈ അവരുടെ ഈ ചെസ്റ്റിലൂടെ അത് താഴ്ത്തിയിടണമെന്ന് അത്രമാത്രം അച്ചടക്കം പാലിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് ഖുർആൻ ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സ്ത്രീ നടക്കുന്ന സന്ദർഭത്തിൽ വലാ യദ്രിബന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന, അവൾക്ക് രഹസ്യമാക്കപ്പെട്ടിട്ടുള്ള അവളുടെ അലങ്കാരം, അവളുടെ മോടി, അത് പ്രകടമാക്കാൻ വേണ്ടി, ആളുകൾ അറിയിക്കാൻ വേണ്ടി കാലിട്ടടിച്ചുകൊണ്ടവൾ നടക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുക. അല്ലാഹ് ഖുർആനിൽ പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വിൻഫാൻ മിൻ അഹ്ലിന്നാർ, 2 വിഭാഗങ്ങൾ നരകത്തിലാണ് എന്നാണ്. അതിലൊരു വിഭാഗമാരാ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ച നഗ്നകളാണ്. വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞാൽ എന്താ? തലമറക്കൽ നിർബന്ധമാണല്ലോ. അപ്പോൾ തല മറക്കാതെ നടക്കുക നരകാവകാശിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം, ഇത് നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഫാഷനാണ്, കുറേ സീരിയൽ വന്നു, കുറേ റീൽസ്, കുറേ ഇങ്ങനെ ലോകത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മതനിയമങ്ങൾ ബലികഴിക്കാൻ പാടില്ല. ശിരോവസ്ത്രം ധരിക്കണം, തലമറക്കണം, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായി മറക്കണം. അങ്ങനെ മറച്ചാൽ മാത്രം മതിയോ? ഇപ്പോൾ ചില പിന്നെ സ്ത്രീകളുടെയൊക്കെ ഡ്രസ്സെന്ന് പറയുന്നത് വളരെ നേർത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ അകത്തുള്ളത് പുറത്തേക്ക് കാണുന്ന വിധത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നവർ, അതുപോലെ തന്നെ വളരെ ടൈറ്റായിട്ട് ഫിറ്റായിട്ട് ഉള്ള ഡ്രസ്സ് ധരിക്കുന്നവർ, ജീൻസൊക്കെ ഇട്ട് കഴിഞ്ഞ് സ്ത്രീകളുടെ ഈ തുടകളൊക്കെ വ്യക്തമായി കാണുന്ന വിധത്തിലുള്ള സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ധരിക്കരുത്. അതാണ് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, ചില സ്ത്രീകൾ നരകാവകാശികളാണ്. എന്താണ് ആ സ്ത്രീകളുടെ പ്രത്യേകത? അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ നഗ്നകളാണ് എന്നുള്ളതാണ്. അവർ മുമീലാത്തുൻ മായിലാത്തുൻ, അവർ ചാഞ്ഞും ചെരിഞ്ഞും മറ്റുള്ള ആളുകളുടെ ഈ ഇക്കിളി വികാരങ്ങൾ ഉത്തേജിപ്പിക്കുന്ന ഉണർത്തുന്ന രൂപത്തിലാണ് അവരുടെ പെരുമാറ്റങ്ങളെന്നാണ്. അപ്പം അതുകൊണ്ട് ഇത് നിസ്സാരമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ച ശിക്ഷ കിട്ടുന്ന കാര്യമാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. പരലോകം അത് സത്യമാണ്. ആ പരലോകം എന്ന് പറയുന്ന മഹ്ശർ എന്ന് പറയുന്ന ആ ഒരു ഭൂമിയിൽ, ആ ഒരു പ്രതലത്തിൽ എല്ലാവരെയും ആ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടും. ഓരോ മനുഷ്യൻ്റെയും നന്മ തിന്മകൾ പരിശോധിക്കും. അവൻ്റെ വിശ്വാസം എന്ത്, അവൻ്റെ കർമ്മങ്ങൾ എന്ത്. അന്ന് വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്നവരുണ്ട്, ഇടത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്നവരുണ്ട്. അപ്പോൾ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച്
മുസ്ലിം നാമധാരിയായി ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇത്തരം നിയമങ്ങൾ, അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച ഇത്തരം നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കൈയൊഴിച്ചുകൊണ്ട് തലയിൽ തട്ടമിടാതെ അങ്ങനെ നടക്കുന്ന, അതുപോലെ തന്നെ ശരീരത്തിലെ സ്ത്രൈണത മറ്റുള്ള ആളുകളെ കാണിക്കുന്ന രൂപത്തിൽ നിസ്സാരമായ ഡ്രസ്സ് ധരിച്ചിട്ട്, നേർത്ത ഡ്രസ്സ് ധരിച്ചിട്ട്, ടൈറ്റായ ഡ്രസ്സ് ധരിച്ചിട്ട്, അറുവശലൻ ഡ്രസ്സ് ധരിച്ചിട്ട് മനുഷ്യന്മാർക്ക് അരോചകമായിട്ടുള്ള വഷളൻ ഡ്രസ്സ് ധരിച്ചിട്ട് മുന്നോട്ട് പോകുന്നവർ അങ്ങനെയുള്ള പരലോകത്ത് മഹ്ശറിൽ തീർച്ചയായും റബ്ബിൻ്റെ മുമ്പിൽ അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സന്ദർഭം അത് സത്യമാണ്. അത് ഗൗരവമേറിയതാണ്. അത് വെറുതെ പറയുന്നതല്ല. പരലോകം ഹക്കാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, വിചാരണ സത്യമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.